ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിലെ ടെൻസുകൾ. നമുക്കറിയാം ടെൻസുകൾ 3 ടൈപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഈ 3 ടെൻസുകൾക്കും 4 ഫോമുകൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 ഫോമുകളാണ് ഓരോ ടെൻസിനും ഉള്ളത്. ഈ 4 വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ എത്ര എണ്ണം വരും? 12 വരും. ഇപ്പൊ ഇവിടെ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കൺസോളിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ടോട്ടൽ 12. ആദ്യത്തെ നോക്കാം, സിമ്പിൾ പ്രസന്റ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ V1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് അതിന്റെ ഫോമാറ്റ്. ഇപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ 1-2 യൂസസ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അതിൽ കൂടെ ഒന്ന് കടന്നു പോകാം. നോക്കൂ, ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ, സീത യൂഷ്വലി റീഡ്സ് ടിൽ മിഡ് നൈറ്റ്. സീത, ഇവിടെ യൂഷ്വലി എന്നൊരു ടേം ഉണ്ട്, എന്ന് പറഞ്ഞാൽ പതിവായിട്ട് രാത്രി വരെ ഇരുന്ന് വായിക്കാറുണ്ട്. അപ്പൊ അതൊരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചത്? സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ V1 ഫോം, പിന്നെ ഒബ്ജക്റ്റ് ആഡ് ചെയ്തത്. അടുത്ത നോക്കൂ, ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. എർത്ത് അതാണ് സബ്ജക്റ്റ്, റിവോൾവ്സ് അതാണ് നമ്മളുടെ വെർബ്, അറൌണ്ട് ദ സൺ. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. ഇനി അതുപോലെ ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഈസ് ഓൾറെഡി പ്ലാൻഡ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ വന്നിരിക്കുന്നു, നോക്കൂ, ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. 9 മണിക്ക് മാച്ച് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നതാണ്. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ഓക്കെ, അപ്പോൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷൻ, അതിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കൂ, ബിഫോർ പ്രോവർബ്സ്, കൊട്ടേഷൻസ് ആൻഡ് മാക്സിംസ്. ഇപ്പൊ എന്തൊക്കെയാ നോക്കാം. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. നമുക്കറിയാം കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊരു പ്രോവർബാണ്. ഇനി ഒരാളുടെ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്, ജോൺ കീറ്റ്സ് സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? പ്രോവർബ്, കൊട്ടേഷൻ, മാക്സിംസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ഓർ ദെയർ. ഹിയർ അല്ലെങ്കിൽ ദെയർ എന്ന് വെച്ച് ബിഗിൻ ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസസിലും നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ. നോക്കൂ, ഹിയർ കംസ് ദ ട്രെയിൻ. ഹിയർ കംസ് ദ ട്രെയിൻ, അപ്പൊ അതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി ബ്രോഡ്കാസ്റ്റ് കമന്ററീസ്, ക്രിക്കറ്റ് കമന്ററിയിലൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓഫ് പെർമനന്റ് ട്രൂത്ത്. അവിടെയും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? പെർമനന്റ് ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി ഒരു പെർമനന്റ് സ്റ്റേറ്റ്, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ തന്നിരിക്കുന്ന 1-2 ടൈം വേർഡ്സ് നോക്കാം. നമുക്ക് ടൈം വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ടേമുകൾ നോക്കിയേ. ഓൾവേസ്, ഓഫൻ, യൂഷ്വലി, ജനറലി, ഹാബിച്വലി, റെയർലി, ഹാർഡ്ലി, എവർ, ഇൻ കേസ്, സംടൈംസ്, ഒക്കേഷണലി, നെവർ, സെൽഡം, ആനുവലി, ഡെയിലി, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ, സെവറൽ ടൈംസ്. ഇത്രയും ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം എന്നാണ് അർത്ഥം. പറഞ്ഞത് ക്ലിയർ ആണോ? ഈ ടൈം വേർഡ്സ് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്, കാരണം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാം.
നമ്മൾ എടുത്തിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രസന്റ് ടെൻസിലെ ഫോമിലേക്ക് കിടക്കാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഈസ്, ആർ, ആം ഏതാണെന്ന് വെച്ചാൽ അത് വരും, വെർബ് വരും, ING വരും, ഒബ്ജക്റ്റ് വരും. ഓക്കെ, യൂസസ് നോക്കാം. കറന്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ. ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ. കുട്ടി ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം വേർഡ്സ് ഉണ്ട്. നോക്കിക്കോ. നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദ മൊമെന്റ്, സ്റ്റിൽ, ടുഡേ. ഇതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു ടൈം വേർഡ്സ് പോലെ അല്ലെങ്കിൽ ഒരു കോഡ് പോലെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നോക്കൂ. ടു ഡിനോട്ട് നിയർ ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി പ്ലാൻഡ്. ഓൾറെഡി പ്ലാൻ ചെയ്ത വളരെ ഷോർട്ട് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചും നമുക്ക് ഇവിടെ പറയാം. എക്സാമ്പിൾ നോക്കൂ. ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമാറോ. അവർ ഡൽഹിക്ക് പോവാണ് നാളെ. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. അപ്പൊ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ ING ഫോം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഗോയിങ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്? ദ വേർബ്സ് ഓഫ് പൊസിഷൻ, സ്റ്റേറ്റ്, ഫീലിംഗ് ആൻഡ് സെൻസ് ഓഫ് ഇമോഷൻസ്, തിങ്കിങ്, അപ്പിയറൻസ് എക്സെട്ര. ഇതിനെയാണ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ളത്, സ്റ്റേറ്റ് ഏത് അവസ്ഥയിലാണ്, ഫീലിങ്സ്, അതുപോലെ ഇമോഷൻസ് നമ്മുടെ ചിന്തകള്, അപ്പിയറൻസ്, ഇതൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകളെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേർബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഒന്ന് രണ്ടെണ്ണം നോക്കാം. ഈ സ്റ്റാറ്റിക് വേർബ്സ് നോർമലി എവിടെ ഉപയോഗിക്കില്ല? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല. ഒരു എക്സാമ്പിൾ എന്താണ് നോക്കി. ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഇവിടെ ലുക്കിംഗ് എന്നുള്ള ഒരു ടേം വന്നിട്ടുണ്ട് അല്ലെ. അതൊരു സ്റ്റേറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? തെറ്റാണ്. എക്സാമ്പിൾ ഇവിടെ നോക്കി. ലുക്ക് പ്ലസ് ING, അത് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് നമ്മൾ അതിനെ എങ്ങനെ മാറ്റി എഴുതണം? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതിന് പകരം സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് മാറ്റി എഴുതണം. നോക്കൂ. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. അവിടെ ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സ്റ്റാറ്റിക് വേർബ്സ് ഉണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ING ഫോം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കാനേ പാടില്ല. ഇനി ബാക്കി സ്റ്റാറ്റിക് വേർഡ്സ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും വരണ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ING ചേർക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കുക. I am wishing you ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ വിഷിങ് എന്ന് പറയാൻ പാടില്ല. വിഷ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വേർഡാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് I wish you എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഇത് വേറെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് നോക്കി. I am thinking you are bald. You are bold. നീ ബോൾഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല. അപ്പൊ അതൊരു തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതണം? I think you are bold. ഓക്കെ, I think you are bold. അതിനെ അങ്ങനെ മാറ്റിയിരുന്നു. ഇനി അടുത്ത് നോക്കൂ. ഷീ ഈസ് ഹാവിങ് എ മൊബൈൽ ഫോൺ. അതിനെ നമ്മൾ എങ്ങനെ മാറ്റിയിരുന്നു? ഹാവിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് പകരം നമ്മൾ എങ്ങനെ എഴുതണം? ഷീ ഹാസ് എ മൊബൈൽ ഫോൺ. അവളുടെ കയ്യിൽ അത് ഉണ്ടെന്ന് പറയാനായിട്ട് ഹാസ് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ഹാവിങ് എന്ന് പറയേണ്ടതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഹാവിങ് എന്നുള്ളത് റോങ് ആയിട്ട് വരികയാണ്. ഇനി ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾസ് നോക്കൂ. ഹാവ് പ്ലസ് ING, അത് നമുക്ക് ഈറ്റ്, ബാത്ത്, ക്യാരി ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ING ഫോം ഉപയോഗിക്കാം. ദേ ആർ ഹാവിങ് ലഞ്ച്, അവര് ലഞ്ച് കഴിക്കുകയാണ്. ഹി ഈസ് ടേക്കിംഗ് ബാത്ത്, ഹി ഈസ് ബാത്തിങ് എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. കണ്ടോ? ദേ ആർ ഈറ്റിംഗ് ലഞ്ച്. ഹാവിങ് അല്ലെങ്കിൽ ഈറ്റിംഗ് അതിന് തന്നെ സെയിം ഒരു വേർഡ് ഫോം ആണിത്. അടുത്ത നോക്കൂ. ഷീ ഈസ് ഹാവിങ് എ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഓഫ് ചൈൽഡ് എന്നല്ല അർത്ഥം. ഷീ ഈസ് ക്യാരിങ് എ ചൈൽഡ്, ഒരു കുട്ടീനെ ക്യാരി ചെയ്യുന്നുണ്ട്, പ്രഗ്നന്റ് ആണെന്നാണ് മീനിങ് ഉദ്ദേശിക്കുന്നത്. ഇനി
അതാണ് മദർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പറയണം? ഷീ ഹാസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മതി. അതൊരു പൊസിഷനാണ്. ഇനി ഐ ആം ഹിയറിംഗ് ദ ന്യൂസ് എന്ന് പറയുന്നത് റോങ് ആണ്. ഐ ഹിയർ ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ മതി. അത് ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ചില എക്സെപ്ഷൻസ് ഈ ഇംഗ്ലീഷിലാണെങ്കിലും ചില സബ്ജക്റ്റിൽ കോമൺലി നമുക്ക് എക്സെപ്ഷൻസ് കാണാമല്ലോ. ആ എക്സെപ്ഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ദ ട്രിബ്യൂണൽ ഈസ് ഹിയറിംഗ് ദ കംപ്ലൈന്റ് ടുമോറോ. അത് ട്രിബ്യൂണല് നാളെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. ഹിയറിംഗ് എന്നുള്ളത് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഹിയറിംഗ് എന്നാണ് ഈ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വാക്കുകളിൽ നമ്മൾ പറയാം. അതുകൊണ്ട് ഹിയറിംഗ് ഇവിടെ റോങ് അല്ല, കറക്റ്റ് ആണ്. ഓക്കെ. ഇത്രയാണ് പ്രസന്റ് സിമ്പിളും പ്രസന്റ് കണ്ടിന്യൂസും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് പ്രസന്റ് സിമ്പിൾ പ്രസന്റും അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് 2 മിനിറ്റ് സമയം കൊണ്ട് ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വേർബിന്റെ V1 ഫോം ഒബ്ജക്റ്റ്. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുക? ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഇൻ ദി റീസെന്റ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നൗ കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞു പോയി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. നോക്കൂ, ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അവൾ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയുള്ളൂ. അപ്പൊ അത് ജസ്റ്റ് നൗ ഹാപ്പൻ ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഇസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നടന്നു, പക്ഷെ സമയം തന്നിട്ടില്ല. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ സമയം അറിയില്ല. അതുകൊണ്ടാണ് ഐ ഹാവ് സീൻ ഹിം എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയത്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദ പാസ്റ്റ്. ഇവിടെ ഓൾറെഡി പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, പക്ഷെ അത് എക്സ്പെക്റ്റഡ് ടൈമിനേക്കാളും മുമ്പ് നടന്നു. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എന്നൊരു വാക്ക് സെന്റൻസിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തിരിച്ചറിയാം. എക്സാമ്പിൾ നോക്കൂ, ഷീ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ഫീ. അവൾ ഓൾറെഡി ഫീസ് അടച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ട്രെയിൻ ഓൾറെഡി സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പെർഫെക്റ്റ് ടെൻസിനെ കാണിക്കാനായിട്ട് മറ്റു ചില വെർബ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ, ടുഡേ, ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ഓൾറെഡി, ജസ്റ്റ്, ലേറ്റ്ലി, റീസെന്റ്, സിൻസ്. ഇതൊക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന്റെ സ്ട്രക്ചർ നോക്കിക്കോളൂ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing പ്ലസ് സിൻസ് ഓർ ഫോർ പ്ലസ് അതിന് കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈം. അപ്പൊ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊരു ലോങ് സ്ട്രക്ചർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്ട്രക്ചറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ യൂസസ്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ബിഗൺ ഇൻ ദി പാസ്റ്റ് ആൻഡ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊടുങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ, ഷീ ഹാസ് ബീൻ റീഡിങ് ഫോർ 3 hours. 3 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ സിൻസ് എന്നുള്ളത് പോയിന്റ് ഓഫ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ എന്നുള്ളത് നമ്മൾ എവിടെ ഉപയോഗിക്കുക? പീരീഡ് ഓഫ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? 4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2010 എന്ന് പറഞ്ഞാൽ 2010 മുതൽ. അതൊരു പോയിന്റ് ഓഫ് ടൈമാണ്. അപ്പൊ സിൻസും 4ഉം രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് കിടക്കാണ് കേട്ടോ.
പാസ്റ്റ് ടെൻസിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ അവിടെ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഇവിടെ വേർബിന്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയൂ. V1 ഫോം ആണോ V2 ഫോം ആണോ ഉപയോഗിക്കേണ്ടത്? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. സബ്ജക്റ്റിന് ഏത് ഫോം ആയിരിക്കും ഉപയോഗിക്കുക? പാസ്റ്റ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഏത് ഫോം ആയിരിക്കും? V2 ഫോം ആയിരിക്കും. അതിന്റെ കൂടെയാണ് നമ്മൾ എന്തിനാ ആഡ് ചെയ്യുക? ഒബ്ജക്റ്റിന് ആഡ് ചെയ്യുക. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുക? ചാറ്റ് ബോക്സിൽ ആരും കമന്റ് ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ. എവിടെയാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് അറ്റ് ദ ടൈം of action is indicated by a word or a clause. Example നോക്കൂ. India became independent in 1947. ഇന്ത്യ 47-ൽ ഇൻഡിപെൻഡന്റ് ആയി. അപ്പോൾ ഒരു പീരീഡ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത്. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഹാബിച്വൽ ആക്ഷൻ. എക്സാമ്പിൾ നോക്കൂ. ഷീ ഓൾവേസ് കെയിം ലേറ്റ് ടു ദ ക്ലാസ് ലാസ്റ്റ് മന്ത്. He usually went to bed late last year. അപ്പൊ കഴിഞ്ഞു, ഇപ്പൊ അങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷെ പണ്ട് ചെയ്തിരുന്നു. ആ ഒരു ഹാബിച്വൽ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് ഹാപ്പൻഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ദി പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി പാസ്റ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ. When the teacher entered the class, students stood up. ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ വന്നിവിടെ നോക്കൂ. വെൻ ദ ഷോട്ട് ബ്രോക്ക് ബേർഡ്സ് ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചപ്പോൾ പക്ഷികളെല്ലാം പറന്നുപോയി. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നു. വെടിവെച്ചു, പക്ഷികൾ പറന്നു. ടീച്ചർ വന്നു, കുട്ടികൾ എണീറ്റ് നിന്നു. അപ്പൊ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഇനി it is time, it is high time, it is long since, it is ages or years, ഇങ്ങനെയുള്ള വേർഡ്സ് ഫോളോ ചെയ്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. നോക്കൂ. ഇറ്റ് ഈസ് ടൈം യു റീച്ച്ഡ് ദെയർ. ഇറ്റ് ഈസ് ടൈം യു റീച്ച്ഡ് ദെയർ. ഇറ്റ് ഈസ് ഹൈ ടൈം വി ലെഫ്റ്റ് ദ പ്ലേസ്. ഇറ്റ് ഈസ് ഹൈ ടൈം വി ലെഫ്റ്റ് ദ പ്ലേസ്. അപ്പൊ ഇങ്ങനെയുള്ള ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഈ ടേംസ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇറ്റ് ഈസ് ടൈം, അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ ഫോർ ആഡ് ചെയ്യുന്നു, കൂടെ പ്രോനൗൺ ആഡ് ചെയ്യുന്നു. അത് ഒബ്ജക്റ്റീവ് കേസാണ്. അത് അതിനെ നമുക്ക് ഇൻഫിനിറ്റിലേക്ക് മാറ്റിയെടുക്കാനും പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ടു ഇൻഫിനിറ്റ് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഒരു പ്ലസ് ഇടാൻ മറന്നു തന്നെയാണ്. ടു ഇൻഫിനിറ്റ് ആഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കൂ. ഇറ്റ് ഈസ് ടൈം, അത് കഴിഞ്ഞ് നമ്മൾ എന്തിനാ ആഡ് ചെയ്തു? ഫോർ ആഡ് ചെയ്തു. പ്രോനൗൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യു ആഡ് ചെയ്തു. അതിനുശേഷം ടു ആഡ് ചെയ്തു. ഇനി ബാക്കി എന്താ ഉള്ളത്? റീച്ച് ദെയർ. ഓക്കെ, അതൊരു ഒബ്ജക്റ്റ് പോലെ കണ്ടാൽ മതി. അപ്പോൾ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ ആഡ് ചെയ്തു? ഫോർ ആഡ് ചെയ്തു. ഫോർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിനാ ആഡ് ചെയ്തത്? നമ്മൾ അതിന്റെ പ്രോനൗൺ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ആഡ് ചെയ്തു? ടു ആഡ് ചെയ്തു. ദെൻ നമ്മൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തു. ഇതുപോലെ താഴെ നോക്കൂ. ഇറ്റ് ഈസ് ടൈം ടു ഇൻഫിനിറ്റ്. ഇറ്റ് ഈസ് ടൈം ടു ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈമിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടു ഇൻഫിനിറ്റ് ആഡ് ചെയ്ത് നമുക്കൊരു സെന്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ എന്തൊക്കെ നോക്കൂ. ഇറ്റ് ഈസ് ടൈം ടു ഗോ ടു ബെഡ്. അപ്പൊ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞ് ടു ഇൻഫിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ ആഡ് ചെയ്യും? ഒരു ഒബ്ജക്റ്റിന് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ രണ്ട് കേസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക കേട്ടോ. അതിന്റെ ടൈം വേർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? യെസ്റ്റർഡേ, ദി ഡേ ബിഫോർ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്.
എ ഫ്യൂ മന്ത്സ്, ഇതൊക്കെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ക്ലൂ വേർഡ്സ് പോലെ കണ്ടാൽ മതി കേട്ടോ. അടുത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ അവിടെ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വാസോ പ്ലസ് വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ വേർബിന്റെ ഏത് ഫോം ആയിരിക്കും ഉപയോഗിക്കുക? V1 ആണോ V2 ആണോ? വേർബിന്റെ ഏത് ഫോം ആയിരിക്കും? V1 ഫോം ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ. ഷീ വാസ് റീഡിങ് ദ വിജയരേഖ. അതൊരു ബുക്കിന്റെ പേരാണ്, വിജയരേഖ. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഓർ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് മറ്റൊരു ആക്ഷൻ നടന്നു. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ എന്താണ് നോക്കൂ. വെൻ ഹിസ് ഫാദർ കെയിം ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അച്ഛൻ വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നോക്കൂ, രണ്ട് ആക്ഷൻസ് വിച്ച് ആർ ഗോയിങ് അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ്. നോക്കൂ, വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് റീഡിങ് എ നോവൽ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവള് നോവൽ വായിക്കായിരുന്നു. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതാണ്. അവിടെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ്, സോറി, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതില് പ്രസന്റ് പെർഫെക്റ്റ് തുടങ്ങിയുള്ള പോർഷൻസ് ഒന്ന് വായിക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതില് പ്രസന്റ് പെർഫെക്റ്റ് നിങ്ങൾക്ക് വേർബിന്റെ V1 ഫോം എന്നാണ് തന്നിരുന്നത്. V1 അല്ല, V3 ഫോം ആണ് കേട്ടോ. വേർബിന്റെ V3 ഫോം ആണ് പെർഫെക്റ്റ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഒന്ന് വായിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത 2 സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും തരുന്ന സമയം ഉപയോഗിച്ച് വായിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കും. അപ്പൊ ആ കിട്ടുന്ന സമയം കൊണ്ട് എല്ലാവരും വായിക്കണേ. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ്, അതിൻ്റെ കൂടെ V3 ഫോം, ദെൻ ഒബ്ജക്റ്റ്. ഇത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് ബിഫോർ അനദർ ആക്ഷൻ ടുക്ക് പ്ലേസ്. പാസ്റ്റിൽ നടന്നതാണ്, മറ്റൊരു ആക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ ഒരു കേസിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ. ഐ ഹാഡ് റിട്ടൺ ദ ലെറ്റർ. ഞാൻ ആ ലെറ്റർ എഴുതിയിരുന്നു. ബിഫോർ ഹി അറൈവ്ഡ്, അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ലെറ്റർ ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കിയിരുന്നു. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഓൾറെഡി എഴുതി കഴിഞ്ഞു, പക്ഷെ രണ്ടാമത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന്റെ ഫോം അവിടെ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing, അതാണ് അതിന്റെ ഫോം. ഇനി അത് എവിടെയാണ് ഉപയോഗിക്കുക? ഓൾറെഡി ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, വിച്ച് ഈസ് ഗോയിങ് ഓൺ ഫോർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു ആക്ഷൻ. അതേസമയം തന്നെ പാസ്റ്റിൽ മറ്റൊരു ആക്ടിവിറ്റി കൂടി നടന്നിട്ടുണ്ട്. നോക്കൂ, ഹി ഹാഡ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ് സിൻസ് ഐ റീച്ച്ഡ് ദെയർ. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മണിക്കൂറുകളായിട്ട് അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. The boys had been playing cricket for 2 hours before they reached home. ക്രിക്കറ്റ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഫോർ ദേ റീച്ചിങ് ഹോം. വീടെത്തുന്നതിന് മുമ്പ് അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയൊന്ന് വായിച്ച എല്ലാവരും.
അടുത്തത് നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതില് നാലെണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടെൻസസ് ഏകദേശം കഴിയും. ഞാനിത് വേഗത്തിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഈ ഫോംസ് ഒക്കെ ഒരു എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തത് മിക്കവാറും വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഇത്തിരി ഒന്ന് സ്പീഡിൽ തന്നെ പോവാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നോക്കൂ. സബ്ജക്റ്റിന്റെ കൂടെ വിൽ അല്ലെങ്കിൽ ഷാല് ചേർക്കണം. ഒപ്പം വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഷാൽ ഇസ് യൂസ്ഡ് വിത്ത് ദ പേഴ്സൺ, വിൽ ഈസ് യൂസ്ഡ് വിത്ത് ദി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ. അപ്പൊ ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഷാൽ ഉപയോഗിക്കേണ്ടത്. ബാക്കി രണ്ട് ഫോംസിന്റെ കൂടെ എന്തുപയോഗിക്കണം? വിൽ ഉപയോഗിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അറിയാലോ അല്ലെ? എക്സാമ്പിൾ നോക്കൂ. ഐ ഷാൽ ഗോ ടു സ്വിറ്റ്സർലൻഡ് നെക്സ്റ്റ് വീക്ക്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, അതുകൊണ്ട് നമ്മൾ ഷാൽ ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും എവിടെയായിരിക്കും? ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ്. ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇതിന്റെ ഇൻഡിക്കേറ്റിംഗ് വേർഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത നോക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് verb പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കിയേ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ ടൈമിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ മറ്റൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനോ ആണ് ഉപയോഗിക്കുക. അറ്റ് ദിസ് ടൈം ടുമോറോ ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം. നാളെ ഈ സമയത്ത് ഞാൻ ചിലപ്പോൾ സിനിമ കാണായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പെർഫെക്റ്റിന്റെ കൂടെ V3 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. എവിടെയാണ് ഉപയോഗിക്കുക? ഓൾറെഡി സർട്ടൻ ഫ്യൂച്ചർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന, ചെയ്തു എന്നല്ല പറഞ്ഞത്, ചെയ്യപ്പെടുന്ന ഒരു ടാസ്കിനെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബൈ ദ ടൈം യു റീച്ച് ബാക്ക്. നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും തീരും എന്ന് ഉറപ്പാണ്, പക്ഷെ അത് ഫ്യൂച്ചർ ആണ് തന്നെ. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ടൈം വേർഡ്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ബൈ ദ ടൈം, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്. അപ്പൊ ഇതൊക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ അവിടെ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. എല്ലാ പെർഫെക്റ്റിലും നമ്മൾ വില്ല് അല്ലെങ്കിൽ ഷാല് കാണുന്നുണ്ട്. ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing. ഇതാണ് അതിന്റെ ഫോം. ഇത് എവിടെയാണ് ഉപയോഗിക്കുക? ഗോയിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു കാര്യം ഒരു പീരീഡ് ഓഫ് ടൈമിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചറിൽ അത് അവസാനിക്കുകയും ചെയ്യും. നോക്കൂ, ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ടാലന്റ് അക്കാഡമി ഫോർ 1 year. അടുത്ത ഒരു വർഷം ആകുമ്പോഴേക്കും അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും ടാലന്റ് അക്കാഡമിയിൽ ഞാൻ ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കും എന്നാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ. ഒരു കാര്യം ചെയ്യൂ, ഇതുവരെ പറഞ്ഞ എല്ലാ ടെൻസസും ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് എക്സസൈസസ് ഓരോന്നോരോന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസിൽ തന്നിരിക്കുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു 2 മിനിറ്റ് സമയം തരാം, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ നോക്കുക. മൈ സൺ ഡാഷ് ഫ്രം ഫീവർ സിൻസ് മൺഡേ. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഈസ് സഫറിങ്, ഹാസ് ബീൻ സഫറിങ്, ഹാഡ് സഫേർഡ്, വാസ് സഫറിങ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ. സിൻസ് എന്നുള്ളത് നമ്മൾ എവിടെ ഉപയോഗിക്കാം?
സിൻസും ഫോറും ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണ് ഉപയോഗിക്കുക എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു സിൻസ് ഫോർ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് സിൻസും അതുപോലെ തന്നെ ഫോറും നമ്മൾ ഉപയോഗിക്കുക. യെസ്, ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞു തന്നാ? ബി ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം മൈ സൺ ഹാസ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ സിൻസ് മൺഡേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. When I reached the examination hall, the exam കഴിഞ്ഞിട്ട് എന്താണ് was started എന്നാണോ had started എന്നാണോ? started എന്ന് മാത്രമേ ഉള്ളൂ. has started ആണോ വരിക? ബി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയായിരുന്നു? ഓൾറെഡി സംഭവിച്ച ഒരു കാര്യം, അതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബിഫോർ അനദർ ആക്ഷൻ ഹാപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എക്സാമിനേഷൻ ഹാളിൽ എത്തി അല്ലെങ്കിൽ എത്തുന്നു, അത് സംഭവിച്ചിട്ടില്ല, അതിനു മുന്നേ തന്നെ പരീക്ഷ തുടങ്ങി അല്ലെ? ആ ഒരു സെൻസിലാണ് നമ്മളിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. When I reached the examination hall, the exam has started. Exam had started. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തേലേക്ക് കിടക്കാം. They dashed on the lawn when it started to rain. സിറ്റിന്റെ ഏത് ഫോം ആണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം കിട്ടിയോ? സി, were sitting. എന്തുകൊണ്ടാണ് were sitting വന്നത്? were sitting എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ അതിന്റെ യൂസസ് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞിരുന്ന യൂസ് ഒന്ന് നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ്. അതായത് ഇവര് ലോണിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് മഴ പെയ്തത് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചത്? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. അപ്പൊ ആൻസർ ചെയ്ത് വരും സി ആണ് റൈറ്റ് ആൻസർ, വേർ സിറ്റിംഗ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യന്റെയും ഉത്തരം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. I am going to buy a computer when the prices dash down. I am going to എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണെന്ന് ആലോചിക്കുക. ആൻസർ ചെയ്ത ആൻസർ പറഞ്ഞില്ലല്ലോ.
ആൻസർ ഏതാണ്? എ ആണ്. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഐ ആം ഗോയിങ് ടു അല്ലെ? അത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ നമ്മൾ വേർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുക. ഓക്കെ, പ്രൈസസ് കം ഡൗൺ ആണ് ആൻസർ. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ. ഹിസ് ഓണ്ട് ഡാഷ് ടു സീ അസ് എ ഫ്യൂ ഡേയ്സ് എഗോ. ആൻസർ ഏതാ വരാ? ആൻസർ കമന്റ് ചെയ്തോളൂ. ഡി ആണ്. യെസ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എ ഫ്യൂ ഡേയ്സ്, അത് നമ്മൾ ഓൾറെഡി ടൈം വേർഡ് ആയിട്ട് എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? സിമ്പിൾ പാസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ കെയിം V2 ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻസർ ഡി ആണ്. 6th വൺ, ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ 10 years. സിൻസും ഫോറും എവിടെ വരണമെന്ന് ആലോചിക്കുക, എന്നിട്ട് ഉത്തരം പറയാം. ആൻസർ ബി ആണ്. ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ തോന്നുന്നുണ്ടോ? നമ്മൾ സിൻസും ഫോറും ഉപയോഗിക്കുക എവിടെയാന്ന് പറഞ്ഞത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സിൻസും ഫോറും ഉപയോഗിക്കുക. അപ്പോ ഹാഡ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ശരിയാവും. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ആണ് വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. സിൻസും ഫോറും ഉപയോഗിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. മാറിപ്പോരുത് കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ. ഐ ഡാഷ് സംതിങ് ബേണിംഗ്. ഇത് സിമ്പിൾ പ്രസന്റൻസ് ആണ്. ഐ സ്മെൽസ് എന്ന് പറയോ, ഐ സ്മെൽ എന്ന് പറയുള്ളൂ? എന്നൂടി ഒന്ന് ആലോചിച്ചോളൂ. ആൻസർ ഡി ആണ് കേട്ടോ. ഐ സ്മെൽ സംതിങ് ബേണിംഗ്. എട്ടാമത്തെ നോക്കിക്കോളൂ. വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. ഏതായിരിക്കും വരാം? ഒരു പീരീഡ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാനാണ്. ആ, ആൻസർ ബി ആണ്. വി ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? ഒമ്പതാമത്തെ നോക്കിക്കോളൂ. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് വോക്ക് ഫോർ എ. അതെന്തായാലും മിസ്സായിരുന്നു നോക്കട്ടെ കേട്ടോ. വി ഡാഷ് ഫോർ എ വോക്ക് എന്നാണ്. വോക്ക് ഇപ്പുറത്താണ് വരുന്നത്. ഓക്കെ, ക്ലൗഡി ആണെങ്കിൽ പോലും ഞങ്ങൾ നടക്കാൻ പോയി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. .
ആൻസർ സി ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് പോലെയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓൺ ഹോട്ട് ഡേയ്സ് ആർ യൂഷ്വലി ഡാഷ് ഫോർ എ സ്വിം. ഉത്തരം എന്തായിരിക്കും വരാം? യൂഷ്വലി വന്നു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ആൻസർ ഡി ആണ് ഒരാൾ പറഞ്ഞിരുന്നത്. ഓൺ ഹോട്ട് ഡേയ്സ് ആർ യൂഷ്വലി ഗോ ഫോർ എ സ്വിം. ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കിക്കോളൂ. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. ആൻസർ ഏതാ? 11ാമത്തെ ക്വസ്റ്റ്യൻ. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ്. ആൻസർ സി ആണ് കേട്ടോ. ഹാഡ് എൻറ്റേർഡ്. വീടിനുള്ളിൽ കള്ളൻ കയറി എന്നൊരു പേടി പെട്ടെന്ന് തന്നെ പൊതിഞ്ഞു എന്നാണ് അർത്ഥാക്കിയത്. ഇവിടെ 2 എണ്ണം ഫില്ല് ചെയ്യാനുണ്ട്. ഐ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ, but I dash my old house yet. So at the moment I have 2 houses. Answer എന്താണ്? I bought a new house last year. But I have not sold my house yet. ഞാനിപ്പോ വിറ്റിട്ടില്ല, പ്രസന്റ് ആണ്. So at the moment I have 2 houses. So ഓപ്ഷൻ ഏതാണ്? എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. 13th one നോക്കിക്കോളൂ. I dash for 2 hours and I am now tired. Answer? Yes, D ആണ്. I have been working for 2 hours
and I am now tired. Answer D ആണ്. ഇനി they dash the same mistake 4 times this month. Answer B ആണ് ട്ടോ. They have made the same mistake 4 times this month. കണ്ടിന്യൂസ് ആയിട്ട് അവർ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They have made. Okay. When I came in, the cat dashed in my chair. ഇവിടെ was sleeping എന്നാണ്. Yes, answer D ആണ് ട്ടോ. When I came in, ഞാൻ അകത്ത് വന്നപ്പോ the cat was sleeping in my chair. 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സസൈസ് ആയിട്ട് തന്നിരുന്നത്. ഇത്രയും പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് ഇതിന്റെ തന്നെ കണ്ടിന്യൂസ് പോർഷൻ ആയിട്ടുള്ള കണ്ടീഷണൽ സെന്റൻസസിലുള്ള ടെൻസസ് അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കതൊരു 4 ടൈപ്പ് വരുന്നുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 0. അങ്ങനെ ഒരു 4 ടൈപ്പ് പഠിക്കാനുണ്ട്. അതിന്റെ എക്സസൈസ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത പോർഷൻ എല്ലാവരും ഒന്ന് കവറപ്പ് ചെയ്യുക. എന്നിട്ട് നാളെ ഇടുന്ന എക്സാമും അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എവിടെയാണ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ സംശയം വരും സ്വാഭാവികമായിട്ടും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.